ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ ഒരു കേസ് ഇതത്രയും രഹസ്യപരവും വേദനാജനകവുമാണ്. ഒരു സ്ത്രീയുടെ ജീവിതം തന്നെ ജീവിച്ചിരിക്കുന്ന നരകമായി മാറി. അവൾ യഥാർത്ഥത്തിൽ ജീവനോടെ നരകം അനുഭവിച്ചു. എന്നാൽ അവളുടെ മരണത്തോടു കൂടിയും ഈ കേസ് അവസാനിച്ചില്ല. അതിനുശേഷവും ഇത് വർഷങ്ങളോളം തുടരുകയായിരുന്നു. ഏകദേശം 30 മുതൽ 40 വർഷം വരെ നീണ്ടുനിന്ന ഒരു കേസ്. ഈ കേസ് മനസ്സിലാക്കാൻ നമുക്ക് അമേരിക്കയിലെ ഐവ സംസ്ഥാനത്തുള്ള ഡെസ്മോയിൻസ് നഗരത്തിലെ ഒരു തെരുവിലേക്ക് പോകേണ്ടി വരും. വർഷം 1978. അവിടെ താമസിച്ചിരുന്ന 57 വയസ്സുള്ള ഒരു സ്ത്രീ, അന്ന മില്ലർ. അവൾ ഒറ്റയ്ക്കായിരുന്നു താമസം. 57 വയസ്സായിട്ടും വിവാഹം കഴിച്ചിട്ടില്ല. അവളുടെ ജീവിതം മുഴുവനും ജോലിക്കായി സമർപ്പിച്ചു. അവൾ ഐവ സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്റ്റീൽ കമ്പനിയിൽ വർഷങ്ങളായി ജോലി ചെയ്തു വരികയായിരുന്നു. കമ്പനി അധികൃതർ പറഞ്ഞത് അന്ന അത്യന്തം കഠിനാധ്വാനിയായിരുന്നു. തന്റെ ദീർഘകാല സേവനത്തിൽ വെറും 2-3 ദിവസങ്ങൾ മാത്രമേ അവധിയെടുത്തിട്ടുള്ളൂ. ഒരിക്കലും അസുഖം പറഞ്ഞ് വിട്ടുനിന്നിട്ടില്ല. എല്ലായ്പ്പോഴും സമയം പാലിച്ച് ജോലിയിലെത്തും. ജോലി കഴിഞ്ഞാൽ സമീപത്തെ ഒരു ഡാൻസ് സ്റ്റുഡിയോയിലേക്ക് പോകും. നിരവധി വർഷങ്ങളായി അവിടെ ഡാൻസ് പഠിച്ചു വരികയാണ്. സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അവൾ ഒരിക്കലും സഹപ്രവർത്തകരോടോ മറ്റാരോടും ഒന്നും പങ്കുവച്ചിരുന്നില്ല. അടുത്ത സുഹൃത്തുക്കളും വളരെ കുറവായിരുന്നു. അതിനാൽ അവൾക്ക് ഒരിക്കലും ഒരു ബന്ധമുണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അവൾ പറയാറുണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് താമസം, പാർട്ട് ടൈമായി ഡാൻസ് പഠിക്കാൻ പോകുന്നുവെന്ന്. പലരും അവളോട് പറഞ്ഞു, ജീവിതം മുഴുവനും ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കും, ഒരിക്കൽ വിവാഹം കഴിക്കണം, ഒരു പങ്കാളിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ. എന്നാൽ അന്നയ്ക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. പക്ഷെ 1978 അവളുടെ ജീവിതം മാറി തുടങ്ങി. ഒരു രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണം തയ്യാറാക്കുന്നതിനിടെ അവൾക്ക് വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ പുറത്താരും ഇല്ല. ഇതൊരിക്കൽ മാത്രമല്ല, ദിവസങ്ങളോളം ഇത് തുടർന്നു. അവൾ അയൽവാസികളോട് സംസാരിച്ചപ്പോൾ അവർക്കും അതേ അനുഭവം ഉണ്ടായിരുന്നു. ആരോ വാതിൽ തട്ടി ഓടിപ്പോകും. സ്ഥിതി കൂടുതൽ ഭയാനകമായി മാറിയത് അന്നത്തെ രാത്രിയായിരുന്നു. അന്ന താഴത്തെ നിലയിലെ തന്റെ ബെഡ്റൂമിൽ ഉറങ്ങുകയായിരുന്നു. രാത്രി ഏകദേശം 11:30. വാതിൽ വീണ്ടും തട്ടുന്ന ശബ്ദം. അവിടെ മാത്രമല്ല, അവൾ ഉറങ്ങുന്ന മുറിയുടെ ജനലിനരികെ ഒരാൾ നിൽക്കുകയും അകത്തേക്ക് നോക്കുകയും ചെയ്യുന്നത് അവൾ കണ്ടു. ഒരു വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ. ഇരുട്ടായ രാത്രി, ജനലിന് പുറത്ത് ഒരാൾ നിൽക്കുന്നു. അന്ന കണ്ണുകൾ തുറന്ന് ജനലിലൂടെ നോക്കിയപ്പോൾ അവൾ ഭയന്നുപോയി. എന്നാൽ വീണ്ടും പാനിക്കാകാതെ അവൾ ധൈര്യമായി കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി. ആരാണ് അതെന്ന് കണ്ടെത്താൻ. അടുത്ത ദിവസം ഈ സംഭവത്തെക്കുറിച്ച് അന്ന വീണ്ടും അയൽക്കാരുമായി സംസാരിച്ചു. അവർക്കും ഇതിനെക്കുറിച്ച് ഏറെ ആശങ്കയായിരുന്നു. അന്ന തന്റെ സഹപ്രവർത്തകരോടും പറഞ്ഞു, രാത്രികളിൽ ആരോ എന്റെ വീടിനടുത്ത് ചുറ്റിത്തിരിയുന്നു, വാതിൽ തട്ടുന്നു, ജനലിന് സമീപം നിൽക്കുന്നു, മുഖം കാണാൻ ശ്രമിച്ചു, പക്ഷെ ഇരുട്ട് കൂടുതലായതിനാൽ കാണാൻ സാധിച്ചില്ല എന്നൊക്കെ. ഞാൻ പുറത്തേക്ക് പോകുമ്പോഴേക്കും അവൻ ഓടി രക്ഷപ്പെടുന്നു. ഇവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അന്ന പോലീസിൽ പരാതി നൽകിയിരുന്നോ ഇല്ലയോ എന്നത് വ്യക്തമായിരുന്നില്ല. അയൽക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, പോലീസ് ഇവിടെ വന്നതായി ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്. എന്നാൽ അന്നയുടെ സഹോദരനായ മർക്ക് മില്ലർ പറഞ്ഞത്, അന്ന തന്നെ പറഞ്ഞിരുന്നു അവൾ പോലീസിൽ പരാതി നൽകിയതായി, പോലീസ് വീട്ടിൽ പരിശോധിക്കാൻ എത്തിയതായും പറഞ്ഞിരുന്നു എന്ന്. പക്ഷെ അന്ന പോലീസിൽ പരാതി നൽകിയിട്ടില്ലായിരിക്കാം. കാരണം അവൾ പതിവായി പരാതിപ്പെടുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു. കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യാൻ അവൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പ്രശ്നം സ്വയം അവസാനിപ്പിക്കാം എന്ന് കരുതിയിരിക്കാം. എന്നാൽ അന്നയ്ക്ക് തെറ്റി. പ്രശ്നം അവസാനിച്ചില്ല, മറിച്ച് കൂടുതൽ ഗുരുതരമായി. മാസങ്ങളോളം ഓരോ രാത്രിയും അവളുടെ വാതിൽ തുടർച്ചയായി തട്ടപ്പെട്ടു. അതേസമയം അവൾ ഉറങ്ങുന്ന മുറിയുടെ ജനലിന് സമീപം ആ വ്യക്തി നിൽക്കുകയും ചെയ്തു. ഇതോടെ അന്ന വളരെ ഭയപ്പെട്ടു. അവളുടെ വീട്ടിലെ എല്ലാ ലോക്കുകളും മാറ്റി. വാതിലുകളും ജനലുകളും പുതിയ സുരക്ഷാ സംവിധാനങ്ങളോടെ പൂട്ടി, ആരും അകത്തേക്ക് കടക്കാതിരിക്കാൻ. എന്നാൽ അടുത്ത ഭയാനകമായ ഘട്ടം വീണ്ടും ആരംഭിച്ചു. ഫോൺ കോളുകൾ. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്നെ ലാൻഡ് ലൈൻ ഫോൺ മുടങ്ങും. ഫോൺ എടുക്കുമ്പോൾ മറുപടി ഒന്നുമില്ല. ദിവസങ്ങളോളം ഇതേ അവസ്ഥ. ശേഷം വിളിക്കുന്ന വ്യക്തി ഒന്നും മിണ്ടാതെ വെറും ഭാരമുള്ള ശ്വാസം മാത്രം കേൾപ്പിക്കാൻ തുടങ്ങി. അന്നയ്ക്കിത് വളരെ അസ്വസ്ഥതയുണ്ടാക്കി. അവൾ ശ്രദ്ധിച്ചു, ആ വ്യക്തി അങ്ങനെ ദിവസം മുഴുവനും വിളിക്കാറില്ല. അവൾ ഓഫീസിൽ നിന്നും വീട്ടിലെത്തിയ ശേഷമാണ് വിളിക്കുന്നത്. അതായത് അവളുടെ ദിനചര്യ അയാൾക്കറിയാം. ഇത് അവൾ സുഹൃത്തുക്കളോട് പറഞ്ഞു. അവരിൽ ഒരാൾ ഒരു ആശയം നൽകി, പോലീസിൽ പോകുന്നതിന് പകരം നീ ഒരു വിസിൽ വാങ്ങുക. അവൻ വിളിക്കുമ്പോൾ ഫോൺ വഴി വിസിൽ മുഴക്കുക. അവനെ നീയും ബുദ്ധിമുട്ടിപ്പിക്കുക. അന്നയ്ക്ക് ഈ ഐഡിയ ഇഷ്ടമായി. അവൾ കടയിൽ നിന്നും ഒരു പുതിയ വിസിൽ വാങ്ങി. അടുത്ത 2 ആഴ്ചകൾക്കിടെ ഓരോ അന്യ കോളുകൾ വരുമ്പോഴും അവൾ വിസിൽ മുഴക്കി. ഇത് വർക്കാകുന്നത് പോലെ അവൾക്കും തോന്നി. കാരണം ഫോൺ കോളുകളുടെ എണ്ണം കുറയാൻ തുടങ്ങി. പക്ഷേ
അത് അവസാനിച്ചില്ലായിരുന്നു. 1978 ജൂലൈ മാസം 10 അന്ന് അന്ന ജോലിക്ക് പോയില്ല. 27 വർഷമായി അവൾ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ആ കാലയളവിൽ അവൾ വെറും 2-3 ദിവസം മാത്രമാണ് അസുഖാവധി എടുത്തത്. അത് മുൻകൂട്ടി അറിയിച്ചു. എന്നാൽ അന്ന് അന്ന ജോലിക്ക് വരാത്തത് എല്ലാവർക്കും വലിയ ആശങ്കയുണ്ടാക്കി. മാനേജർ പലതവണ ഫോൺ വിളിച്ചു, ഒരു മറുപടിയും ഇല്ല. അവസാനം മാനേജർ അന്നയുടെ സഹോദരനെ വിളിച്ചു പറഞ്ഞു, ഇന്ന് അന്ന ജോലിക്ക് എത്തിയിട്ടില്ല. ഇത് സഹോദരന് വലിയ ഞെട്ടലായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി നോക്കാമെന്ന്. അങ്ങനെ അവൻ കാറെടുത്ത് അന്നയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഒന്ന് ചിന്തിച്ചു നോക്കുക, അവൻ വീടിനകത്ത് കയറുമ്പോൾ അവൻ എന്ത് അനുഭവമായിരിക്കും ഉണ്ടാവുക? വീടിന്റെ പ്രധാന വാതിൽ തുറന്ന നിലയിലായിരുന്നു. അവൻ അകത്ത് കടന്നത് മാത്രം നിലത്ത് മുഴുവനും രക്തം. ചുറ്റും നോക്കിയപ്പോൾ ചുമരിലും രക്തം തെറിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി അകത്ത് ചെന്നപ്പോൾ ലിവിംഗ് ഹാളിന് നടുവിൽ അന്ന മില്ലറുടെ മൃതദേഹം കിടക്കുകയാണ്. അവളുടെ തല ഭാഗികമായി ചെത്തിക്കീറിയ നിലയിൽ, പല ഭാഗങ്ങളായി പിളർന്നതുപോലെ. ഒരാൾ അത്യന്തം മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് തല പലതവണ വെട്ടിയതുപോലെ, ഉള്ളിത്തോലി പറിച്ചെടുത്തതുപോലെ ശരീരത്തിന്റെ പാളികൾ വേർപെട്ട നിലയിൽ. സഹോദരൻ പെട്ടെന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. അയൽക്കാരെ വിളിച്ചുകൂട്ടി. പോലീസ് സ്ഥലത്തെത്തി. മൃതദേഹം കസ്റ്റഡിയിലെടുത്തു. തെളിവുകൾ ശേഖരിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എല്ലാവരും നടുങ്ങി. അന്നയുടെ തല 13 തവണ വെട്ടിയിരിക്കുന്നതായി കണ്ടെത്തി. ഇത് കൊടുവാൾ പോലുള്ള വലിയൊരു മൂർച്ചയുള്ള ആയുധം കൊണ്ടായിരിക്കാമെന്ന് പോലീസ് ഇന്നും കരുതുന്നു. ക്രൂരതയുടെ തോത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവളുടെ മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങൾ നിലത്ത് ചിതറിക്കിടന്നിരുന്നു. ആ മൃതദേഹത്തോടൊപ്പം അവ ശേഖരിച്ച് അയക്കേണ്ടി വന്നു. അതുമാത്രമല്ല, ഇടത് കൈയിലെ 3 വിരലുകൾ ഭാഗികമായി മുറിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഡോക്ടർമാരുടെ വിലയിരുത്തൽ പ്രകാരം ഇത് ഡിഫൻസീവ് ഇഞ്ചുറി ആയിരിക്കാം. അന്ന അക്രമിയെ തടയാൻ ശ്രമിച്ചിരിക്കാം. കൈ മുന്നോട്ട് നീട്ടിയപ്പോൾ കൊടുവാൾ വിരലുകളിൽ പതിഞ്ഞിരിക്കാം. ഭീകരമായ കാര്യം എന്തെന്നാൽ, തല ഭീകരമായി പരിക്കേറ്റ ശേഷവും അന്ന ഉടൻ മരിച്ചിട്ടില്ല. അവൾ ജീവൻ രക്ഷിക്കാൻ അവസാന നിമിഷം വരെയും പോരാടിയിട്ടുണ്ട്. അവസാനമായി നെഞ്ചിന്റെയും കഴുത്തിന്റെയും ഇടയിൽ ഒരു നിർണായക പ്രഹരം. അതാണ് മാരകമെന്ന് കരുതുന്നു. തുടർന്ന് അമിത രക്തസ്രാവം. അതിനുശേഷം അക്രമി സ്ഥലം വിട്ടിരുന്നിരിക്കാം. അന്ന നിലവിളിച്ചിട്ടുണ്ടാകാം, സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടാകാം. പക്ഷെ അവളുടെ ശബ്ദം കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ ഉച്ചയോടെ ആക്രമണം നടന്നിരിക്കാമെന്ന് വിലയിരുത്തി. കുറച്ചു സമയം രക്തസ്രാവം. അതിനുശേഷം അന്ന മില്ലർ മരണപ്പെട്ടു. പോലീസ് അന്വേഷണം തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ കൊലപാതകത്തിന്റെ ഉദ്ദേശ്യം എന്തായിരിക്കും? കവർച്ചയോ? ഇല്ല. ലൈംഗിക അതിക്രമമോ? ഇല്ല. മൂല്യമുള്ള വസ്തുക്കൾ മോഷണം പോയോ? അതുമില്ല. അവൾ ധരിച്ചിരുന്ന വിലയേറിയ ആഭരണങ്ങളെല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അയൽക്കാരോട് ചോദിച്ചപ്പോൾ അവർക്ക് യാതൊരു സൂചനയുമില്ല. അതായത് ഇതൊരു സാധാരണ കവർച്ചയോ അപ്രതീക്ഷിതമായ കുറ്റകൃത്യമോ അല്ല. അപ്പോൾ ചോദ്യം, അവളെ ലക്ഷ്യം വെച്ച് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു ആക്രമണമാണോ ഇത്? അയൽക്കാരിൽ ആരും ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഈ കൊലപാതകം നടന്നത് എന്തിന്? അന്നയ്ക്കെതിരെ ലൈംഗിക അതിക്രമം ഒന്നും നടന്നിട്ടില്ല, കവർച്ചയുമില്ല. അതിലേറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം, വീട്ടിൽ ബലം പ്രയോഗിച്ച് കയറിയതിൻ്റെ യാതൊരു അടയാളമില്ലായിരുന്നു. അതായത് അക്രമി അന്നയെ വ്യക്തിപരമായി അറിയുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ അന്ന അവനെ പരിചയമുള്ളവനായി കരുതിയിരിക്കണം. അടുത്തിടെ അന്ന വീട്ടിൽ പുതിയ ലോക്കുകൾ സ്ഥാപിച്ചിരുന്നു. അന്യരെ ഭയന്നുകൊണ്ടിരുന്ന അന്ന ഒരു പരിചയമില്ലാത്ത വ്യക്തിക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുമോ? അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ കേസിന്റെ അന്വേഷണത്തിനായി പോലീസ് 10 പ്രത്യേക സംഘം രൂപീകരിച്ചു. ആദ്യമായി അവർ പരിശോധിച്ചത് മാലിന്യ കൂമ്പാരമായിരുന്നു. ആ ആഴ്ചയിൽ ആ പ്രദേശത്ത് നിന്നും ശേഖരിച്ച മാലിന്യ ട്രക്കിനെ ട്രേസ് ചെയ്തു. ഡംപ് യാർഡിൽ ചെന്ന് മുഴുവൻ കൂമ്പാരവും ശേഖരിച്ചു. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം അവിടെ നിന്നും ലഭിക്കുമോ എന്ന് നോക്കി. ഒന്നും കിട്ടിയില്ല. പോലീസിന് ഒരു കാര്യം ഉറപ്പായിരുന്നു, കൊല നടത്തിയ ശേഷം അക്രമി മുഴുവൻ രക്തത്തിൽ മുങ്ങി പുറത്തു പോയിട്ടുണ്ടാകണം. കയ്യിൽ കൊടുവാൽ പോലുള്ള ആയുധം ഉണ്ടായിരിക്കാം. അങ്ങനെ പുറത്തേക്ക് പോയ ഒരാളെ ആരെങ്കിലും കണ്ടിരിക്കേണ്ടതല്ലേ? അതുകൊണ്ട് പോലീസ് അയൽക്കാരോട് അഭ്യർത്ഥിച്ചു, നിങ്ങളുടെ വീടിന്റെ പരിസരമൊക്കെ പരിശോധിക്കുക. പുതുതായി കുഴിച്ച മണ്ണ് എവിടെയെങ്കിലും കാണുന്നുവെങ്കിൽ അത് തുറന്നു നോക്കുക. ആയുധം അവിടെ എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടാകുമെന്ന്. അങ്ങനെ മുഴുവൻ അയൽവാസികളും സംശയം തോന്നിടത്തെല്ലാം കുഴിച്ചു നോക്കി. എന്നാൽ ഒന്നും കിട്ടിയില്ല. പോലീസിന് അറിയാമായിരുന്ന ഏക കാര്യം, മാസങ്ങളായി ഒരു അന്യൻ അന്നയെ അലട്ടിക്കൊണ്ടിരുന്നു. വാതിൽ തട്ടി ഓടിപ്പോകും, ഫോൺ വഴി ഭീഷണിപ്പെടുത്തും, ജനലിന് പുറത്തുനിന്ന് നോക്കും. അതേ അനുഭവം സമീപത്തെ മറ്റു ചിലരും റിപ്പോർട്ട് ചെയ്തിരുന്നു. അവർ പറഞ്ഞത്, ഞങ്ങളെയും ആരോ ശല്യം ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ജീവനും അപകടത്തിലാണ്, ദയവായി എന്തെങ്കിലും ചെയ്യൂ എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം, കൊലപാതകം നടത്തിയ ശേഷം ആ ഒരു വ്യക്തി ശാന്തനായിരിക്കുമല്ലോ എന്ന്. ഇല്ല. കൊലപാതകത്തിനു ശേഷം അവൻ സമീപത്തെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധിക സ്ത്രീകളെ ലക്ഷ്യം വിട്ട് വീണ്ടും ഫോൺ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം 6-7 തവണ വരെ വിളിച്ചു. ഫോൺ എടുത്താൽ അതുപോലെ അതേ ഭാരമുള്ള ശ്വാസം, ചിലപ്പോൾ ഭയപ്പെടുന്ന ശബ്ദത്തിലുള്ള ഭീഷണി, നിന്നെ കൊല്ലും,
വീട്ടിൽ നിന്നും ഒറ്റയ്ക്ക് നീ പുറത്തു വരരുത്, ഞാൻ നിന്നെ നോക്കുന്നുണ്ട്, ഞാൻ നിന്നെ കാണുന്നുണ്ട് എന്നൊക്കെ. രാത്രിയായാൽ അവരുടെ വീടുകൾക്ക് മുന്നിലെത്തി വാതിൽ തട്ടും, ജനലിന് മുന്നിൽ കൈകൾ കൂട്ടി നിൽക്കും, മുഴുവൻ രാത്രി നോക്കി നിൽക്കും. ഇപ്പോൾ ഇത് വെറുമൊരു അലട്ടൽ മാത്രമല്ല, ഇത് ഭീകരമായൊരു മാനസിക പീഡനമാണ്. ഒരു കൊലപാതകത്തിന് ശേഷം പോലും ഭയത്തിന്റെ നിഴൽ പടർന്നിരുന്നു. പോലീസിന് വ്യക്തമായി ഇത് പ്രദേശം മുഴുവനും ഭീതിയിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ചെയ്യുന്നത്. എന്നാൽ ചോദ്യം, ഇയാൾ ആരാണ്? ഒരു സ്ത്രീക്കും അത്ര ധൈര്യമുണ്ടായിരുന്നില്ല വാതിൽ തുറന്ന് ആ മനുഷ്യനോട് നേരിട്ട് സംസാരിക്കാനോ അവനെ പിടിക്കാനോ. അപ്പോഴാണ് 35 വയസ്സുള്ള ഒരു സ്ത്രീയും അവളുടെ 18 വയസ്സുള്ള ഒരു മകളും മുന്നോട്ട് വന്നത്. ഇവർ അന്ന മില്ലറുടെ വീട്ടിൽ നിന്നും 4 വീടുകൾ മാറി താമസിച്ചിരുന്നവരായിരുന്നു. വീട്ടിൽ ഇവർ രണ്ടുപേരും മാത്രമാണ് താമസം. പോലീസിനോട് അവർ പറഞ്ഞു, അന്നയെ ഇയാൾ 2-3 ദിവസമായി അലട്ടിയിരുന്നു, പിന്നെ അവൾ കൊല്ലപ്പെട്ടു. പക്ഷേ ഞങ്ങളെ ഇയാൾ 9 മുതൽ 10 മാസമായി വിളിച്ചലട്ടുകയാണ്. വളരെ അശ്ലീലവും ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളും പറയും. ഞങ്ങളിതിലെല്ലാം തളർന്നിരിക്കുകയാണ്, ദയവായി അവനെ പിടികൂടണം എന്ന്. പോലീസ് ഉടൻ ഫോൺ കോളുകൾ ട്രേസ് ചെയ്തു. പിന്നെ ഈ 1978 കാലഘട്ടം CCTV പോലുള്ള സൗകര്യങ്ങൾ ഇല്ല. കോളുകൾ വ്യക്തിഗത ഫോണിൽ നിന്നല്ല, പൊതുവായ പബ്ലിക് ഫോൺ ബൂത്തുകളിൽ നിന്നാണ് വന്നിരുന്നത്. അതിനാൽ ട്രേസ് ചെയ്യാനും കഴിഞ്ഞില്ല. അമ്മയും മകളും നൽകിയ മൊഴിയിൽ ചില നിർണായക വിവരങ്ങൾ കണ്ടെത്തി. വിളിക്കുന്നയാളുടെ പ്രായം ഏകദേശം 25 മുതൽ 30 വയസ്സിനുള്ളിൽ. ശബ്ദം യുവാവിൻ്റേതുപോലെ വ്യക്തവും തടസ്സമില്ലാത്തതുമാണ്. ചിലപ്പോൾ സഹായം വേണമെന്ന പോലെ വികാരങ്ങൾ പ്രകടിപ്പിക്കും. അത് സത്യമായ വികാരമാണോ അല്ലെങ്കിൽ ഒരു തന്ത്രമാണോ എന്നൊന്നും അറിയില്ല. പലപ്പോഴും ജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോ കുസൃതികളോ ഒക്കെ പറയും. കുട്ടികളുടെ നഴ്സറി റൈമുകൾ പോലും ഫോണിൽ പാടും. ഉദാഹരണത്തിന് മേരി ഹെയ്ഡ് ലിറ്റിൽ ബോംബ്. ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഫോൺ വിളിക്കുകയാണ്. എടുക്കുമ്പോൾ മറുവശത്ത് ഒരാൾ നഴ്സറി സോങ് പാടുന്നു. സ്വാഭാവികമായും ആരും ഭയന്നു പോകും. ആദ്യമായി കോളുകൾ അമ്മയ്ക്കായിരുന്നു. അവളുടെ ദിനചര്യയെല്ലാം അയാൾ നിരീക്ഷിച്ചിരുന്നു. പിന്നീട് മകളെയും ലക്ഷ്യമാക്കി. മകൾ കോളേജ് കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് ഫോൺ റിംഗ് ആകും. ഫോൺ എടുക്കുമ്പോൾ പാട്ട്, ചിലപ്പോൾ കരച്ചിൽ, ചിലപ്പോൾ ഭീഷണി. പോലീസ് കരുതി ഇയാൾ ഇവരെ മാനസികമായി കുടുക്കാൻ ശ്രമിക്കുകയാണ്, ഒരു ഇമോഷണൽ ട്രാപ്പ്. അന്നയുടെ കൊലപാതകത്തിന് ശേഷം ഇയാൾക്ക് കൂടുതൽ ധൈര്യം വന്നു. ഈ ഫോൺ കോളുകളും വാതിൽ തട്ടലുകളും മാത്രമല്ല, വീടിന്റെ മുൻപിൽ കുറിപ്പുകൾ വെച്ച് പോകാൻ തുടങ്ങി. ആദ്യ ലെറ്ററിൽ എഴുതിയിരുന്നത് ആക്സൽ ആക്സൽ വി ഓൾ ഫോൾ ഡൗൺ. ഇത് കുട്ടികളുടെ റൈമിലെ ഒരു വരിയായിരുന്നു. റിംഗ് അറൗണ്ട് ദ റോസി എന്ന നഴ്സറി റൈമിൽ നിന്നുള്ള വരികൾ. അമ്മയും മകളും ഉടൻ തന്നെ പോലീസിനത് കൈമാറി. പക്ഷെ കൈയെഴുത്ത് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഇതോടെ കാര്യങ്ങൾ കൂടുതൽ ഭീകരമായി. ഇനി ഇവരുടെ ചലനങ്ങൾ വരെ അവൻ നിരീക്ഷിക്കാൻ തുടങ്ങി. ഇവർ വീടിന് പുറത്തു പോകുമ്പോൾ ഒരേ സമയം ഇരുവരെയും പിന്തുടരും. മകൾ പ്രത്യേകിച്ച് വളരെ ഭയപ്പെട്ടു. അവൾക്ക് ദിവസവും കോളേജിൽ പോകണം. വഴിമധ്യേ ഒറ്റയ്ക്കായിരിക്കും, എന്ത് സംഭവിക്കും? അതിനാൽ അവൾ കാറിൽ കോളേജിൽ പോകാൻ തുടങ്ങി. ഒരു ദിവസം അവൾ ആദ്യമായി അമ്മയുടെ കാർ എടുത്ത് കോളേജിൽ പോയി. ക്ലാസ് കഴിഞ്ഞ് പാർക്കിംഗ് ലോട്ടിലെത്തി കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. പക്ഷേ കീ ഇട്ടപ്പോൾ കാർ സ്റ്റാർട്ടായില്ല. കാറിൽ നിന്നും അവൾ പുറത്തിറങ്ങി. ചുറ്റും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. സഹായം ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ആരെയും കണ്ടില്ല. എന്നാൽ കാറിന്റെ മുൻ ഗ്ലാസിൽ വൈപ്പിന് കീഴിൽ ഒരു വലിയ കുറിപ്പൊട്ടിച്ചിരുന്നു. അതെടുത്ത് വായിച്ചപ്പോൾ എഴുതിയിരുന്നത്, ഇന്ന് നീ ഇവിടെ നിന്ന് പോകണ്ട. ഇത് വായിച്ചപ്പോൾ അവൾ അത്രയും ഭയപ്പെട്ടു. കാർ അവിടെ തന്നെ വിട്ടിട്ട് സമീപത്തെ ഒരു വീട്ടിലേക്ക് ഓടി സഹായം ചോദിച്ചു. വീട്ടുകാർ എത്തിയ ശേഷം ഒരു മെക്കാനിക്കിനെ വിളിച്ച് പരിശോധിച്ചപ്പോൾ കാറിന്റെ ഇഗ്നിഷൻ കോയിലിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട വയർ ആരോ മുറിച്ചിട്ടുണ്ടായിരുന്നു. ഇത് യാദൃശികമല്ല, ഇത് മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തതാണ്. അടുത്ത ദിവസങ്ങളിൽ ഫോൺ കോളുകൾ കുറഞ്ഞു. പക്ഷെ ആ നോട്ടുകളുടെ എണ്ണം കൂടി. ആദ്യ കുറിപ്പ് വീടിന്റെ വാതിൽ മുന്നിൽ, പിന്നീട് എല്ലാം കാറിന്റെ മുൻഗ്ലാസിലും വൈപ്പറിന് കീഴിലും. ഒരു കുറിപ്പിൽ എഴുതിയിരുന്നത്, എത്ര വേണമെങ്കിലും നിലവിളിക്കുക, നിന്റെ ശബ്ദം ആരും കേൾക്കില്ല. മറ്റൊരു കുറിപ്പിൽ ഒരു ചിത്രം വരച്ചിരുന്നു. മുന്നിൽ ഒരു സ്ത്രീ, പിന്നിൽ മാസ്ക് ധരിച്ച ഒരാൾ, കയ്യിൽ കത്തി. താഴെ എഴുതിയിരുന്നത്, ഇത് നിനക്കൊപ്പം ഉണ്ടാകില്ല എന്ന് തോന്നുന്നുവോ എന്ന്. 1978 നവംബർ മാസം ആദ്യമായി ഈ മുഴുവൻ സംഭവങ്ങളും, കോളുകളും നോട്ടുകളും പിന്തുടരൽ ഇതെല്ലാം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. അതിൽ എഴുതിയിരുന്നത്, കഴിഞ്ഞ 14 മാസമായി അമ്മയും മകളും ഈ ഭീതിയിൽ ജീവിക്കുകയാണെന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കുക. 14 മാസങ്ങൾ, 1 വർഷത്തിലേറെ. വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ ആരോ നോക്കുന്നു എന്നറിയാം. ഉറങ്ങുമ്പോഴും പുറത്താരോ നിൽക്കുന്നു എന്നറിയാം. അവൻ ഇതിനകം ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടെന്നും അറിയാം. എപ്പോൾ വേണമെങ്കിലും നമ്മളെയും ആക്രമിക്കും എന്നറിയാം. മകൾ പിന്നീട് പറഞ്ഞത്, ഈ 14 മാസത്തിൽ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് പുറത്തു പോയിട്ടില്ല. കാറിൽ പോകുമ്പോഴും എപ്പോഴും ഗ്ലാസ് അടച്ചിരിക്കും. സാധാരണ എനിക്ക് പാട്ട് കേട്ട് വിൻഡോ താഴ്ത്തി പോകുന്നതാണ് ഇഷ്ടം. പക്ഷെ ഇപ്പോൾ എൻ്റെ ജീവിതം പൂർണ്ണമായും മാറി.
ജീവിച്ചിരിക്കുന്ന ഒരു നരകമായി മാറി. എന്നാൽ ഇതിലും വേദനാജനകമായ കാര്യം, പോലീസിന് ഇത്രയും സൂചന ഉണ്ടായിരുന്നിട്ടും ഒന്നും ചെയ്യാനായില്ല. അമ്മയും മകളും ജീവിച്ചിരിക്കുന്ന ഇരകളായി മുന്നിലുണ്ടായിരുന്നു. അന്നയുടെ കൊലപാതകവുമായി അവർക്ക് ഇതിനെ ബന്ധിപ്പിക്കാമായിരുന്നു. ആദ്യ കുറിപ്പിൽ തന്നെ ഉണ്ടായിരുന്ന വരികൾ, അത് ആക്സൽ ആക്സൽ വി ഓൾ ഫോൾ ഡൗൺ. ഇത് കൊടുവാളിന്റെ സൂചനയായിരുന്നു. ഓർക്കുക, അന്നയെ കൊടുവാളാൽ തന്നെയാണ് കൊന്നത്. അതായത് ഇത് ഒരേ വ്യക്തിയാകാനുള്ള സാധ്യത വളരെ ശക്തമായിരുന്നു. എന്നിട്ടും പോലീസിന്റെ കൈകൾ ശൂന്യമായിരുന്നു. ഇവരുടെ കാർ വീടിന്റെ മുന്നിൽ സ്ഥിരമായി പാർക്ക് ചെയ്തിരിക്കും. ആ കാറിൽ ദിവസേന കുറിപ്പുകൾ വയ്ക്കുന്ന ഒരാളെ പിടികൂടാൻ ഒരു രാത്രി അവർക്ക് ഒളിച്ചിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്തില്ല. 10 അന്വേഷണ സംഘങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരൊറ്റ സംഘം പോലും ഇവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സമയം കണ്ടെത്തിയില്ല. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം ഉണ്ടായിരുന്നു. അമ്മയും മകളും പറഞ്ഞത് അവനെ പിടിച്ചാലും പരമാവധി $25 പിഴ മാത്രമേ ഈടാക്കൂ എന്ന്. കാരണം ആ കാലത്ത് നിയമപ്രകാരം വീടിന്റെ മുന്നിൽ നിൽക്കുന്നത്, ആരെങ്കിലും നോക്കുന്നത്, ഇതൊന്നും ഗുരുതരമായ കുറ്റമായി കണക്കാക്കിയിരുന്നില്ല. അപ്പോൾ ഇതൊരു വെറും ക്രൈം സ്റ്റോറി അല്ല. ഇത് നിയമത്തിന്റെ പിഴവുകളും അന്വേഷണത്തിലെ പരാജയവും ഭയത്തിൽ ജീവിക്കാൻ നിർബന്ധിതരായ 2 സ്ത്രീകളുടെ യാഥാർത്ഥ്യവുമാണ്. പക്ഷെ ചോദ്യം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇയാൾ ആരായിരുന്നു? അന്നെ കൊന്നതും ഈ 2 പേരെ ഭീഷണിപ്പെടുത്തിയതും ഒരേ വ്യക്തിയാണോ? പക്ഷെ പ്രശ്നം ഇതാണ്, കുറ്റകൃത്യം നടന്നില്ലെങ്കിൽ പോലീസ് എന്ത് ചെയ്യും? അമ്മയും മകളും പറഞ്ഞത് അവനെ പിടിക്കുക. പക്ഷേ പോലീസ് പറയുന്നത് കുറ്റം നടക്കാതെ ഞങ്ങൾക്ക് പിടിക്കാനാകില്ല എന്ന്. ഒരു വിചിത്രമായ വിരോധാഭാസം. കാലം ഇങ്ങനെ കടന്നുപോയി. വീണ്ടും ഫോൺ കോളുകൾ വർദ്ധിച്ചു. ഇപ്പോൾ അവർ മാത്രമല്ല, സമീപത്തെ മറ്റു സ്ത്രീകളും മുന്നോട്ട് വന്നു. രാത്രി 2-3 മണിക്ക് വാതിൽ തട്ടുന്നു, ജനാലയ്ക്ക് പുറത്തുനിന്ന് നോക്കുന്നു, അശ്ലീല ഫോൺ കോളുകൾ. പോലീസിന്മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായി. പ്രത്യേകിച്ച് അന്ന മില്ലർ എന്ന കേസിന്റെ ക്രൂരത കാരണം. അന്ന ഫാക്ടറിയിൽ നിന്നും ബസ്സിൽ ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു പുരുഷനുമായി സംസാരിച്ചിരുന്നതായി ചില അയൽവാസികൾ കണ്ടിരുന്നു. അവരുടെ വിവരങ്ങളെ അടിസ്ഥാനമാക്കി പോലീസ് ഒരു സ്കെച്ച് തയ്യാറാക്കി. അത് പൊതുജനങ്ങൾക്കായി പുറത്തിറക്കി. പക്ഷേ കാര്യങ്ങൾ അനിയന്ത്രിതമായി മാറി. ആ സ്കെച്ച് ആ പ്രദേശത്തെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനുമായി വലിയ സാമ്യമുണ്ടായിരുന്നു. ജാക്ക് ഹാച്ച്. അന്നത്തെ സമയത്ത് അയാൾ തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയായിരുന്നു. ഡോർ ടു ഡോർ പ്രചാരണം, ജനക്കൂട്ടം. ഈ സമയത്താണ് ഒരു വ്യക്തി സ്കെച്ച് കണ്ടത്. ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു. നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ദേ എന്റെ മുന്നിൽ തന്നെയുണ്ട്, ഇത് ജാക്ക് ഹാച്ച് ആണ് എന്ന്. ഒരാളല്ല, നിരവധി ഫോൺ കോളുകൾ വന്നു. ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവിനെ അറസ്റ്റ് ചെയ്യുക എന്നത് സാധാരണ കാര്യമല്ല. എങ്കിലും സമ്മർദ്ദം കാരണം പോലീസ് അയാളെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി. 1 അല്ല 2 അല്ല 3 തവണ. എന്നാൽ ഒടുവിൽ പോലീസിന് മനസ്സിലായി ഇത് വെറും കോയിൻസിഡൻസ് മാത്രമാണ്. സ്കെച്ച് സാമ്യം ഉണ്ടായിരുന്നു, പക്ഷേ തെളിവൊന്നുമില്ല. അതോടെ വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. അന്ന മില്ലറുടെ കൊലപാതകം അൺസോൾഡ്. ഭീഷണിപ്പെടുത്തിയ ആ വ്യക്തി തിരിച്ചറിയപ്പെട്ടില്ല. പക്ഷേ കഥ അവിടെയും അവസാനിച്ചില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അന്ന മില്ലറുടെ കൊലപാതകം പരിഹരിക്കപ്പെടാതെ തന്നെ നിന്നു. എന്നാൽ ആഴത്തിൽ നടത്തിയ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ, ചില തിയറികൾ വരാൻ തുടങ്ങി. ഔദ്യോഗികമായി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും തിയറീസ് പറയുന്നത് ഇങ്ങനെയാണ്. അന്ന മില്ലറുടെ മരണത്തിന് 2 വർഷം മുൻപ് 1976 80 വയസ്സുള്ള എമ്മ എന്ന മറ്റൊരു സ്ത്രീ സ്വന്തം വീട്ടിൽ ഇതേ രീതിയിൽ മരിച്ചതായി കണ്ടെത്തപ്പെട്ടു. അവൾ അന്നയുടെ വീട്ടിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അകലെയായിരുന്നു താമസം. അവളും അന്നെ പോലെ ഒറ്റയ്ക്കായിരുന്നു താമസം. എമ്മയുടെ വീട്ടിൽ ബലമായി കയറിയതിന്റെ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. അവൾ തന്നെയാണ് കൊലയാളിക്കായി വാതിൽ തുറന്നത് എന്ന് തോന്നിക്കുന്ന തരത്തിൽ വളരെ സ്മൂത്ത് എൻട്രി ആയിരുന്നു. എന്നാൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അവളുടെ പേഴ്സ്, അതിലുണ്ടായിരുന്ന കുറച്ച് പണം, അത് കാണാതായിരുന്നു. എന്നാൽ അന്നയുടെ കേസിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എമ്മയുടെ കേസിൽ പോലീസ് LG വാട്സൺ എന്നൊരു വ്യക്തിയെ സംശയിച്ചു. ഈ LG വാട്സൺ അതീവ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയിരുന്ന ഒരു വ്യക്തി. സ്ത്രീകളെ ആക്രമിക്കൽ, കവർച്ച, മർദ്ദനം, പീഡനം, കൊലപാതകം വരെ ഇത്തരത്തിലുള്ള നിരവധി കുറ്റകൃത്യങ്ങൾ അവൻ ചെയ്തിരുന്നു. 1974 79 വയസ്സുള്ള മേ ഹെർമൻ എന്ന സ്ത്രീയുടെ കൊലക്കേസിൽ LGനെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ കുറ്റം തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. മേ ഹെർമനെ 48 തവണ കൊടുവാള് കൊണ്ട് ആക്രമിച്ചാണ് അവൻ കൊലപ്പെടുത്തിയത്. പിന്നീട് അവളുടെ വീട്ടിൽ നിന്നും കവർച്ച നടത്തി. ഈ എല്ലാ കേസുകളും തമ്മിൽ ചില സമാനതകൾ ഉണ്ടായിരുന്നു. പോലീസിന് സംശയം ഉണ്ടായിരുന്നു അന്ന മില്ലറോട് ഈ ക്രൂരത കാണിച്ചതും LG വാട്സൺ തന്നെയായിരിക്കുമെന്ന്. പക്ഷെ അന്ന് പോലീസിന് മതിയായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. മേ ഹെർമൻ കേസിലോ, എമ്മ ലൂയിസ് കേസിലോ, അന്ന മില്ലർ കേസിലോ, ഏതെങ്കിലും കേസിൽ പോലും LG വാട്സനെ കുറ്റക്കാരനായി തെളിയിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ശക്തമായ കേസ് ഒരുക്കാനാകാതെ വന്നതിനാൽ അവനെ വീണ്ടും വീണ്ടും വിട്ടയക്കേണ്ടി വന്നു. 2004 എത്തിയപ്പോൾ മേ ഹെർമന്റെ കേസ് അപ്പോഴും ഓപ്പൺ ആയിരുന്നു. പക്ഷെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചെങ്കിലും വലിയ തെളിവുകളൊന്നും ലഭിച്ചില്ല. അതേസമയം 1980 മുതൽ 2005 വരെ ഇടയ്ക്കുള്ള വർഷങ്ങളിൽ LG വാട്സൺ പലതവണ അറസ്റ്റിലായി.
മദ്യപിച്ച് വാഹനമോടിക്കൽ, അന്യ നമ്പറുകളിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തൽ, ആളുകളുടെ വീടിന് പുറത്ത് നിൽക്കൽ, സ്ത്രീകളെ പിന്തുടരൽ, സ്റ്റോക്കിംഗ്, കള്ളത്തരങ്ങൾ, വഴക്കുകൾ, മർദ്ദനം തുടങ്ങിയ നിരവധി കേസുകൾ. പോലീസുമായുള്ള അവന്റെ ഇടപെടൽ പതിവായി മാറിയിരുന്നു. 1981 ഒരു പത്രക്കട്ടിങ്ങിൽ വ്യക്തമായി പറയുന്നത്, ഒരു സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവനെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ സ്ത്രീയെ ഇവൻ നിരന്തരം ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവളുടെ വീടിന് മുന്നിൽ നിൽക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. പരാതി നൽകിയ ആ സ്ത്രീ അന്ന മില്ലറിന്റെ അയൽവാസിയായിരുന്നു. അന്നയുടെ വീട്ടിൽ നിന്നും വെറും 3 വീടുകൾ അകലെ. 1981 അന്നയുടെ കൊലപാതകത്തിന് 3 വർഷങ്ങൾക്ക് ശേഷം അതേ പ്രദേശത്ത് അങ്ങനെ ഒരു പരാതി. 2020 സാങ്കേതിക വിദ്യ വളരെ മുന്നേറി. പഴയ അൺസോൾഡ് കേസുകൾ വീണ്ടും തുറന്ന് DNA പരിശോധനകൾ നടത്തി. അപ്പോൾ LG വാട്സൺ മരിച്ചിട്ടില്ല. അവന് 78 വയസ്സ്. മേയ ഹാർമന്റെ ശരീരത്തിൽ നിന്നും എടുത്ത് സൂക്ഷിച്ചിരുന്ന DNA സാമ്പിളുകളും 2020 LG വാട്സന്റെ DNAയുമായി കൃത്യമായി പൊരുത്തപ്പെട്ടു. അപ്പോൾ പോലീസ് ഉറപ്പിച്ചു മേയ ഹാർമന്റെ കൊലയാളി ഇയാളാണെന്ന്. എന്നാൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇയാൾ ഗുരുതരമായി അക്യൂട്ടഡ് ഡിംനീഷ്യ ബാധിച്ചയാളാണ്. വിചാരണ നേരിടാൻ പോലും കഴിയാത്ത അവസ്ഥ. കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുൻപേ സമയം കടന്നുപോയി. 2023 പോലീസ് നടപടികൾക്കായി തയ്യാറായപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട ദിവസത്തിന് ഒരു 3 ദിവസം മുന്നേ 81 വയസ്സിൽ LG വാട്സൺ മരിച്ചു. ഇപ്പോൾ പോലീസിന്റെ കൈകൾ ശൂന്യമാണ്. മേയ ഹാർമൻ കേസിൽ ഇയാൾ കൊലയാളിയാണെന്ന് DNA തെളിയിച്ചു. പക്ഷേ മറ്റ് കേസുകളിൽ ചോദ്യം ചെയ്യാനായില്ല. ഇടയിൽ തന്നെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചേനെ. 70-80കളിൽ ഇയാൾ സ്വതന്ത്രമായി സഞ്ചരിക്കുമ്പോൾ പിടികിട്ടിയില്ല. പിടികൂടാൻ സാധിച്ച സമയത്ത് ഇയാൾ ശാരീരികമായും മാനസികമായും വിചാരണയ്ക്ക് അയോഗ്യനായിരുന്നു. ഒടുവിൽ മരണം. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അന്ന മില്ലറിന്റെ കൊലപാതകത്തിന് ഇയാൾ ഏറ്റവും അനുയോജ്യനായ ഒരു പ്രതി തന്നെയല്ലേ? സ്ത്രീകളെ പിന്തുടരൽ, ഫോൺ വിളി, ഭീഷണിപ്പെടുത്തൽ, ലൈംഗിക പീഡനം, ആക്രമണം, കവർച്ച ഇതൊക്കെ ഉൾപ്പെട്ട ഒരു ദീർഘകാല കുറ്റചരിത്രം ഇവനുണ്ടായിരുന്നു. മേയ ഹാർമനെ ഇവൻ തന്നെയാണ് കൊന്നത് എന്ന് DNA കൃത്യമായി തെളിയിച്ചു. അപ്പോൾ പിന്നെ എമ്മ ലൂയിസിനെയും അന്ന മില്ലറുടെയും കൊലപാതകം ഇയാൾ തന്നെയായിരിക്കുമോ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ഇതൊരു സാധാരണ കൊലയാളിയുടെ കഥയല്ല, മറിച്ചൊരു സീരിയൽ കില്ലറുടെ കഥയാണ്. സമൂഹത്തിനിടയിൽ സ്വതന്ത്രമായി സഞ്ചരിച്ചുകൊണ്ട് വേട്ടയാടിയ ഒരാൾ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതുകൂടാതെ മറ്റേതെങ്കിലും സാധ്യതകൾ, തിയറീസ് ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി എനിക്ക് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇതുവരെയും വീഡിയോ ഒരു ലൈക്ക് പോലും ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്ക് എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ ആകും. തുടർന്നും ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.